മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ച 148 ഇടങ്ങളിൽ 132 സീറ്റുകളിലാണ് വിജയിച്ചത്. BJP സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളുടെ വോട്ട് ഷെയറിലെ വലിയ തോതിലുള്ള ക്രമക്കേടാണ് ഏറ്റവും കൂടുതൽ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. BJP മത്സരിച്ച സീറ്റുകളിൽ പോളിംഗ് ശതമാനം അർദ്ധരാത്രി 7 മുതൽ 9.5% വരെ വർദ്ധിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ മൊത്തം 783% വർധനമാണ് പൊതുവെ റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ അത് 9:30 വരെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ BJP സ്ഥാനാർത്ഥികളുടെ വിജയം മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തുവരുമ്പോഴാണ് അതിന്റെ ആഘാതം എന്തുമാത്രമെന്ന് മനസ്സിലാക്കുന്നത്. ഫഡ്നാവിസ് മത്സരിച്ച നാഗ്പൂർ, സൗത്ത് വെസ്റ്റിൽ ഉൾപ്പെടെ നിരവധിയായ മണ്ഡലങ്ങളിൽ ഈ തിരിമറി നിർണായകമായിരുന്നു എന്ന് തന്നെയാണ് എതിർ പാർട്ടികൾ പറയുന്നത്. ജയിക്കാൻ വേണ്ടി EVMനെ ദുരുപയോഗിച്ചു എന്ന കുറ്റപ്പെടുത്തൽ കൊണ്ടൊന്നും നിങ്ങൾ ഭരണപക്ഷത്തേക്ക് എത്തില്ല എന്ന ശിവസേന നേതാക്കളുടെ കളിയാക്കൽ ഇപ്പോൾ അവർക്ക് തന്നെ തിരിഞ്ഞുകുത്തുകയാണ്. ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ ഒരു MLA ഇതിനോടകം തന്നെ പാർട്ടി വിട്ടത് ഷിൻഡെയ്ക്ക് ആകുലത വർദ്ധിക്കാനുള്ള കാരണമാവുകയാണ്. ബാൽ താക്കറെയുടെ പാരമ്പര്യം തനിക്കാണ് എന്ന വാദമുഖവുമായി വരുന്ന ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റ് വിചാരിച്ചാൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകാമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ BJP ഇത്രയധികം ഗംഭീരമായി പണിപറ്റിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് പുറത്തു പറയുന്നത്. ഇതോടുകൂടി ഫഡ്നാവിസിന്റെ ഇമേജ് തകർന്നിരിക്കുകയാണ്. ഫഡ്നാവിസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ 2014 മുതൽ 19 വരെ മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ ഒട്ടും ജനകീയനായിരുന്നില്ല എന്നുള്ളത് പൊതുവിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ഷിൻഡെ അവിടെ ജനമനസ്സുകളിലേക്ക് ഇടം പിടിച്ചെടുക്കാൻ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അവിടെയാണ് കളി മാറുന്നത്. ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രിയാകണമെന്നുള്ളതായിരുന്നു ആഗ്രഹമെങ്കിലും അത് നടക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വം പിന്നീട് അറിയിക്കുകയായിരുന്നു. ഷിൻഡെയെ മുന്നിൽ നിർത്തി തന്നെ യുദ്ധം ജയിക്കാമെന്നുള്ള വ്യാമോഹത്തിലായിരുന്നു BJP. അതൊരു പക്ഷേ വിജയിക്കാൻ വേണ്ടിയുള്ള BJPയുടെ തന്ത്രമായിരുന്നു എന്നറിയാൻ വൈകിപ്പോയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഫഡ്നാവിസ് അജിത് പവാർ സഖ്യം അതിരാവിലെയും വൈകുന്നേരവുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് നല്ല തഴക്കവും പഴക്കവുമുള്ളവരാണല്ലോ എന്നുള്ള മുനവെച്ച ആ ഒരു മറുപടി കൃത്യമായും അത് ഷിൻഡെ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഷിൻഡെ ഇപ്പോഴുള്ള സ്ഥാനമാനങ്ങളിൽ അതൃപ്തി തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ക്യാബിനറ്റ് പുനഃസംഘടന ഉണ്ടായാൽ ഉടനടി നീക്കങ്ങൾ പലതും നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, വിജയിച്ച 132 സീറ്റുകളിൽ റീപോളിംഗ് നടന്നാൽ ഭരണം നഷ്ടമാകുമെന്ന കാര്യം ഉറപ്പാണ്.